to be laid on the table, I would expect Mr. Kharge, respected Kharge, to respond. Let us meet in my chamber. Let us find a way out. We will navigate ahead of it. Leader of the opposition. Sir, the chairman who is not respecting me, how can I respect him? You are insulting me. The House is to meet at 11 a.m. on Monday, the 16th of December 2024. Finally, I appeal. നമസ്കാരം. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ധൻഖറിനെ പിന്തുണച്ച് ഇന്നും BJP അംഗങ്ങൾ. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സഭാ ചെയർമാൻ സമയം നൽകിയില്ല. രാജ്യസഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. കോൺഗ്രസ് MP പ്രമോദ് തിവാരി സംസാരിക്കുമ്പോൾ ധൻഖർ ഇടപെട്ടു. താൻ കർഷകന്റെ മകനെന്ന് പറഞ്ഞ് ജഗദീപ് ധൻഖർ വികാരമുണർത്താൻ ശ്രമിച്ചു. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിച്ചുമില്ല. ഇതിനിടെ വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി SK യാദവിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് നോട്ടീസ്. രാജ്യസഭാ സെക്രട്ടറി ജനറലിനാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്. കപിൽ സിബൽ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ദിഗ്വിജയ് സിംഗ്, വിവേക് തൻഖ, മനോജ് ഝാ, സാകേത് ഗോഖലെ എന്നിവരുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് നൽകിയത്. 55 MP-മാർ ഒപ്പുവെച്ച ഇംപീച്ച്മെന്റ് നോട്ടീസാണ് നൽകിയത്. പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് BJP രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുകയാണോ? എതിർ ശബ്ദങ്ങൾ കേൾക്കാൻ മാത്രമുള്ള സഹിഷ്ണുത BJPക്ക് നഷ്ടപ്പെട്ടോ? യഥാർത്ഥ വിഷയങ്ങളെ മറച്ച് കർഷക OBC വികാരം ഉണർത്തി രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കുകയാണോ? BJP അംഗങ്ങൾക്ക് കൃത്യമായി സംസാരിക്കാൻ അവസരം നൽകുക വഴി രാജ്യസഭാ അധ്യക്ഷൻ നിഷ്പക്ഷനല്ലാതാകുന്നു. സഭാ ചരിത്രത്തിൽ കാണാത്ത രംഗങ്ങളുമായി പാർലമെന്റിന്റെ ഇരുസഭകളും. രാജ്യസഭാ അധ്യക്ഷന് എതിരായി കൊണ്ടുവന്ന പ്രമേയത്തെ BJP വലിയ പ്രശ്നമാക്കുന്നത് എന്തിനാണ്? ഭരണഘടനയ്ക്ക് തന്നെ അപമാനമായ ശേഖർ യാദവിനെ പോലുള്ളവർ ഇനി നീതിപീഠത്തിൽ വേണോ? പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഇടപെടുകയും സഭ പിരിച്ചുവിടുകയും ചെയ്തു. ഇന്ന് എന്തിനേയും വൈകാരികമാക്കുക എന്നുള്ളത് BJP പ്രധാനമന്ത്രിയിൽ നിന്ന് പഠിച്ച രീതിയാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ഉന്നയിക്കുന്ന വിഷയം, ഇത് രാജ്യസഭയോ അതോ രാജസഭയോ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, BJP വക്താവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു എന്നിവർ. ഡോക്ടർ GV ഹരി, എന്താണ് രാജ്യസഭയിൽ പ്രധാനമായും ലോക്സഭയിലുമൊക്കെ സംഭവിക്കുന്നത്? ഡോക്ടർ ലാൽ, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ഈ ശീതകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭ തന്നെ മുന്നോട്ട് നയിക്കേണ്ട അല്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ട് പോകേണ്ട അതിൻ്റെ സ്പീക്കർ തന്നെ അതിനെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭ ചർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായൊരു വസ്തുതയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷവും. അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ചേരുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണ് നമ്മളതിനെ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പം നമ്മൾ ഈ പ്രതിപക്ഷത്തിനെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്തിനാണ് ഒരു രാജ്യത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകളെ തിരുത്തി ആ സർക്കാരിനെ നേരായിട്ടുള്ള ദിശയിലേക്ക് നയിക്കേണ്ട പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ എവിടെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുക? ഈ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടുള്ള നോമിനേറ്റ് ചെയ്തിട്ടുള്ള രാജ്യസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ, ലോക്സഭയിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP-മാർ, ഇവിടെയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള MP-മാരാണെങ്കിൽ പോലും അവരൊക്കെ MP-മാരാണ്. അപ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്, ജനങ്ങളുടെ പാർട്ടികൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവർ ഈ ഇരു സഭകളിൽ
ചർച്ചകളിലും പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇതുവരെയും കാണാത്ത തരത്തിലുള്ള, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2-3 വർഷങ്ങൾ, അതായത് 10 വർഷങ്ങൾക്ക് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഇത്ര ശതമാനം വോട്ട് നേടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിപക്ഷം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അതില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് തന്നില്ല. പക്ഷേ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും നോക്കാതെ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ ഭരണഘടനാപരമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ കൊടുത്തൊരു കാലഘട്ടമാണ്. ഇപ്പോൾ അത്രയും വോട്ടുകൾ നേടി അല്ലെങ്കിൽ സീറ്റുകൾ നേടി വന്നതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിജി അവിടെയുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണ്? അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ജനാധിപത്യത്തെ ഭരിക്കുന്ന ആളുകൾ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും തല്ലിത്തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം പ്രതിപക്ഷ സംഘങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും നയിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. നമ്മൾ നോക്കൂ, പല മേഖലകൾ, നേരത്തെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ശബ്ദമാണ്. ഇന്ന് എനിക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നൊരു വിഷയത്തിൽ ഒരു തീരുമാനം വന്നിട്ടുള്ളത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി സ്വീകരിക്കേണ്ട എന്ന് ഭാഗ്യത്തിന് സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറെ ആശ്വാസകരമായിട്ടൊരു കാര്യം. നമ്മളത് പലപ്പോഴും പല ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് പറയുണ്ടായി, ഇങ്ങനെ ഓരോ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഓരോ പള്ളികൾ ഇങ്ങനെ കുഴിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? അത് തടയേണ്ടത് ആരാണ്? അത് തടയേണ്ട സർക്കാരുകൾ തടയുന്നില്ല. ജുഡീഷ്യറിയാണ് നമുക്ക് അവസാന വിശ്വാസമുള്ളത്. ആ ജുഡീഷ്യറി തന്നെ ചില കാര്യങ്ങളിൽ ഉത്തരവ് കൊടുക്കുന്നു, കുഴപ്പമില്ല ചെയ്തോളൂ എന്ന ഉത്തരവ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർ പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷ സമൂഹം ആരാണോ അവരുടെ ആഗ്രഹങ്ങൾ നടക്കും, അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യം എന്നാണ്. അല്ല, അങ്ങനെ അല്ലല്ലോ. നമ്മൾ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നൊരു സംവിധാനം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതല്ലല്ലോ, നമുക്ക് അതിനാണല്ലോ ഈ നമ്മൾക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള വലിയ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഈ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ടാണ് 400-ൽ കൂടുതൽ സീറ്റുകളുമായി അധികാരത്തിൽ ഞങ്ങൾ വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മതി. നിങ്ങൾ കൂടുതൽ സൗജന്യങ്ങളും ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ പ്രതിപക്ഷത്തിന് നൽകുക. അതാണ് ഒരു ഭരണപക്ഷം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, M. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ ഇത് ഭരണഘടനയുടെ 75-ാം വാർഷിക ഘട്ടം കൂടിയാണ്. അവിടെയാണ് ലോക്സഭയിൽ പ്രത്യേക ചർച്ച ഭരണഘടനയെ സംബന്ധിച്ച് നടക്കുന്നത്. രാജ്യസഭയിലും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ എന്താണ് രാജ്യത്ത് ചർച്ച ചെയ്യുന്നത്? രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഈ സഭകളിൽ ഉന്നയിക്കാൻ പാർട്ടികൾക്ക് കഴിയുന്ന സാഹചര്യമില്ല. രാജ്യത്തെ വിവിധ ഫെഡറൽ യൂണിറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ പരാതികൾ അവിടെ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ട സ്ഥലത്ത് അത് അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഭരിക്കുന്നവർ എന്ന് ഉള്ളതിനെ എങ്ങനെ കാണണം? പാർലമെൻ്ററി ജനാധിപത്യ മര്യാദകളോട് തരിമ്പെങ്കിലും സ്നേഹമുള്ള ഒരു പാർട്ടിയല്ല ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന BJP എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നേരത്തെ ലോകസഭയിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം രാജ്യസഭയിലും ലോകസഭയിലും ഇല്ലാത്തൊരു സമയത്ത് എങ്ങനെയാണ് BJP നമ്മുടെ പാർലമെൻറ്റിൽ ബില്ലുകൾ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. രാജ്യസഭയിലേക്ക് ബില്ലുകൾ പോകാതിരിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഒരു പഴുത്, ഏത് ബില്ല് ഫിനാൻസ് ബില്ലാണ് എന്ന് പ്രഖ്യാപിച്ച് ലോകസഭയിൽ മാത്രമായിട്ട് ബില്ലുകൾ പാസ്സാക്കി എടുക്കുക എന്നുള്ള ജനാധിപത്യ ഭരണക്രമത്തിൽ ഒരു കാരണവശാലും പാർലമെൻ്ററി വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് BJP. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ MPമാരെ ഒന്നിച്ച് സഭാ സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള മറ്റൊരു ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് പോലെ ഇന്ത്യയിൽ വേറെ ഇല്ല. ബില്ലുകളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യമാകെ സ്വാധീനിച്ച ഒരു വലിയ നിയമമായിരുന്നല്ലോ കാർഷിക രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന 3 നിയമങ്ങൾ. ആ നിയമങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് പേരിൽ CPMൻ്റെ 2 MPമാരെ അവരെ സസ്പെൻഡ് ചെയ്ത് ഒരു ചർച്ചയുമില്ലാതെ അത് പാസ്സാക്കിയതാണ് BJP ഗവൺമെൻറ് പാർലമെൻറ്റിൽ. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട എത്രയെത്ര നിയമങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് സഹകരണ മേഖല,
സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കരട് രേഖ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഈ പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കൺകറന്റ് ലിസ്റ്റിൽ പോലും അതില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാന വിഷയമാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന ഒരു നിലയുണ്ടാവുന്നു. അപ്പോൾ പാർലമെൻ്ററി മര്യാദകളെ ഒരു കാരണവശാലും പാലിക്കാത്ത തങ്ങളുടെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പോളിസി അത് ഈ രാജ്യത്തിന് മേലെ അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും BJP ഗവൺമെൻറ് ഈ 10 കൊല്ലക്കാലം കൊണ്ട് സ്വീകരിക്കുകയാണ്. അത് എങ്ങനെയാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ നടപ്പിലാക്കാനാവുക എന്നുള്ളതാണ് രാജ്യസഭാ അധ്യക്ഷൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ്, രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ രാജ്യത്തിന് ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് അയാളെ പുറത്താക്കാൻ പ്രമേയം കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അപമാനകരമാണ് എന്ന് ആർക്ക് ആലോചിക്കാൻ കഴിയേണ്ടത്? അത് ഭരിക്കുന്ന പാർട്ടിക്കല്ലേ. ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ നമുക്കറിയാലോ, ഈ അദാനിക്ക് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ ഒരു MP അയോഗ്യനാക്കാൻ നേതൃത്വം കൊടുത്ത ആരാ? ഈ പറയുന്ന BJP കേന്ദ്ര ഗവൺമെൻറ്റല്ലേ. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാന നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ MP അല്ലാതാക്കാതിരിക്കാൻ എന്ത് വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ BJP ഗവൺമെൻറ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തങ്ങളുടെ തന്നിഷ്ടം നടപ്പിലാക്കാൻ എന്ത് വൃത്തികേടുകളും ചെയ്യുക, അതിന് പാർലമെൻ്ററി സ്ഥാപനങ്ങൾ ഉപയോഗിക്കുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്യുന്ന കാര്യത്തിലെ അവസാന അധ്യായമാണ് ഇവിടെ ഉപരാഷ്ട്രപതി ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭക്കകത്ത് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കുക എന്ന നിലപാട്. BJPക്കാർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കുന്നു, പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും രാജ്യത്തിലെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയോട് തങ്ങൾക്ക് സ്നേഹമില്ല, അതിനെ സംരക്ഷിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പരസ്യമായിട്ട് വ്യക്തമാക്കുന്ന ഒരു നിലയാണ് പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ശേഖർ കുമാർ യാദവിനെതിരായിട്ട് ഉള്ള ഇംപീച്ച്മെൻറ്റ് നോട്ടീസ്, അതിനോടും പരോക്ഷമായിട്ട് അവർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നിലപാടുകൾ ഇതിനൊക്കെ വന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നല്ലേ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാജ്യത്തിലെ ജനാധിപത്യ ക്രമത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യയിലെ ഗവൺമെൻറ്, അതുപോലെ പാർലമെൻ്ററി സംവിധാനം, അതിനെയെല്ലാം തന്നെ തങ്ങളുടെ സ്വേച്ഛാപരമായിട്ടുള്ള ഒരു ഭരണം എങ്ങനെയാണ് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക, പ്രതിപക്ഷ ശബ്ദത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും, അവരുടെ ശബ്ദത്തെ എങ്ങനെ അടിച്ചമർത്താൻ വേണ്ടി കഴിയും, അതിനുള്ള നീക്കമാണ് പാർലമെൻറ്റിന് അകത്ത് മാത്രമല്ല പാർലമെൻറ്റിന് പുറത്തും അവർ സ്വീകരിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി വിമർശിച്ചതിൻ്റെ പേരിൽ എത്ര ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജയിലിൽ കിടക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരു മതപുരോഹിതനെ ഉൾപ്പെടെ ജയിലിൽ കൊണ്ടുപോയിട്ട് കൊന്നത് ഈ ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ശബ്ദമായിട്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്നെല്ലാം വിളിക്കുന്ന രാജ്യത്തിലെ മാധ്യമങ്ങളെ തങ്ങളുടെ പരിധിയിൽപ്പെടുത്താൻ എന്ത് ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണല്ലോ. ഇന്ത്യയിലുള്ള മാധ്യമങ്ങളെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമത്തെ പോലും അതിൻ്റെ ആഫീസ് പൂട്ടിക്കാൻ രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം നമ്മുടെ രാജ്യം ദർശിച്ചിട്ടുള്ള അതിഭീകരമായ ജനാധിപത്യ ധ്വംസനങ്ങൾ പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഒരു കാരണവശാലും അരുതാത്ത കാര്യങ്ങൾ അത് പാർലമെൻറ്റിനകത്തും പുറത്തും നടക്കുന്നു. പാർലമെൻറ്റിനെ പോലും അതിനെ വേദിയാക്കുന്നു. ജനങ്ങളുടെ ശബ്ദം ഉയർന്നു വരേണ്ട പാർലമെൻറ്റിനകത്ത് അവർ നിശബ്ദരാക്കാൻ ഭരണകക്ഷി തന്നെ നേരിട്ട് ഇടപെടുന്ന നിർഭാഗ്യകരമായിട്ട് ചിത്രം അതാണ് ഇന്ത്യ രാജ്യം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അപമാനകരമാണ്. ജനാധിപത്യ പ്രേമികളെ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കേണ്ടതാണ്. ഇതിനെ ചെറുക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാനാവില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷനെ തന്നെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബഹളം ആണല്ലോ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് ഒരു ഭാഗത്ത്. മറ്റൊരു വിഷയം വന്നത് ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി തന്നെ ഇപ്പോൾ ഇംപീച്ച്മെൻറ്റ് നേരിടാനുള്ള അതിൻ്റെ വക്കത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. 55ഓളം രാജ്യസഭാ MP-മാർ അതിനുള്ള നോട്ടീസും നൽകിക്കഴിഞ്ഞു. ഇതൊക്കെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്നതാണോ? നമുക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ 79 മുതൽ 88 വരെ നമ്മുടെ ആർട്ടിക്കിൾസ്, അതുപോലെ 89 മുതൽ 98 വരെയുള്ള അനുച്ഛേദങ്ങൾ, ഈ അനുച്ഛേദങ്ങളാണ്
പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഉണ്ടായപ്പോൾ തന്നെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട്, ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ട്. അതിൽ ഹൗസ് ഓഫ് ലോർഡ്സ് ആണ് ഫലത്തിൽ രാജ്യസഭയായിട്ട് വന്നിരിക്കുന്നത്. രാജ്യസഭയിൽ അല്പം കൂടി ഒക്കെ നല്ല വ്യക്തിത്വമുള്ളവർ, അതുപോലെ നല്ല പാകമായവർ, അവരാണ് രാജ്യസഭയിൽ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ രാജ്യസഭയിൽ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കാർഗെയ്ക്ക് പ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ രാജ്യസഭ അധ്യക്ഷനെ അദ്ദേഹം മിമിക്രി കാണിച്ചു. കോൺഗ്രസ്സുകാരൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അന്നൊന്നും രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയേയില്ല. അതുപോലെ തന്നെ ഇപ്പം രാജ്യസഭ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് സോണിയാഗാന്ധിയെ ഇരുത്തണം, അതുപോലെ കാർഗെയെ ഇരുത്തണം. അപ്പോൾ കാർഗെ പറഞ്ഞ എന്താ? ജഗദീപ് ധൻഖർ അദ്ദേഹത്തിന് അടുത്ത പദവിയിലേക്കുള്ള നോട്ടം എന്നാണ്. അടുത്ത പദവി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ നോട്ടം. എന്തിനാണ് കാർഗെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അത്തരം കാര്യങ്ങളാണോ അവിടെ ഡിസ്കഷന് വേണ്ടത്? അതാരാ തീരുമാനിക്കേണ്ടത്? അതൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവരെ അല്ല, അത് പറയാനുള്ള അവകാശം രാജ്യസഭയിലെ അംഗങ്ങൾക്കില്ലേ? അവർ ഇന്നത് മാത്രമേ പറയാവൂ എന്ന് ബി ജെ പിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല. ആ കാർഗെ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റും കൂടിയാണ്, എം പി ആണ്. പക്ഷേ അദ്ദേഹത്തിന് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ റിട്ടേണിംഗ് ഓഫീസറുടെ മുറി കയറാൻ ഉള്ള അവകാശം പോലും കിട്ടിയില്ല. ആരാ കൊടുക്കാതിരുന്നത്? അവിടെ അകത്ത് കയറിയത് ആരാണ്? അപ്പോൾ അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരാൾ കൊഞ്ഞനം കാണിക്കുകയാണ്. ആരെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ കഴിവുമൊക്കെ ബി ജെ പിക്കുണ്ട്. പിന്നെ ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് രാജ്യസഭയും ലോക്സഭയും ചെയ്യണത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ആ റൂൾസ് ഓഫ് ബിസിനസ് നടപ്പിലാക്കാനായിട്ട് ലോക്സഭാ സ്പീക്കർ മുൻകൈ എടുക്കും, രാജ്യസഭാ ചെയർമാനും മുൻകൈ എടുക്കും. രാജ്യസഭാ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. അല്ല, രാജ്യസഭാ ചെയർമാൻ ഇഷ്ടമുള്ളവരെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കുക, ബാക്കി പ്രതിപക്ഷത്തുള്ളവർക്ക് അതിനുള്ള അനുമതി കൊടുക്കാതിരിക്കുക, അങ്ങനെ ഗവൺമെന്റിന് അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതാണോ ഭരണഘടനയിൽ എഴുതി വെച്ചതായി നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ രാജ്യസഭയിലൊക്കെ ഇല്ലേ എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു റൂൾസ് ഓഫ് ബിസിനസ്സിൽ ആർക്ക് എത്ര മിനിറ്റ് കൊടുക്കണം, എത്ര അംഗങ്ങളുണ്ട് ആ പാർട്ടിക്ക്, ആ പാർട്ടിയിൽ എത്ര മിനിറ്റ് കൊടുക്കണം, അതുപോലെ ഓരോ ഇപ്പോൾ ബി ജെ പിക്ക് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ബി ജെ പിക്ക് അംഗങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കണം. അവരുടെ സമയങ്ങൾ അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ കോൺഗ്രസിന് അംഗമില്ലാത്ത ഒരംഗം മാത്രമുള്ള ഒരാൾക്ക് ഒരു ദിവസം മുഴുവൻ സംസാരിക്കാൻ അവസരം കൊടുക്കും. അതൊക്കെ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് അല്ല, അത് കൃത്യമായി ഒരു സമയക്രമം പാലിക്കുക എന്നുള്ളതിനാണെങ്കിൽ നമുക്കൊരു ടൈം പീസ് വെച്ചാൽ മതി. മണി അടിക്കുമ്പോൾ ഒരാൾ മാറി കൊടുക്കുക, അതിന്റെ ആവശ്യമേ പക്ഷേ ഒരു രാജ്യസഭാ അധ്യക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ജനാധിപത്യ മര്യാദയില്ലാതെ അവരെ ബഹുമാനിക്കാതെ, ഇന്ന് കാർഗെ പറഞ്ഞത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തു എന്നാണ്, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണോ ചെയ്യേണ്ടത്? ഈ രാജ്യസഭാ അധ്യക്ഷൻ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഫേസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കണ്ടേ പ്രതിപക്ഷത്തിന്റെ? അല്ല, പ്രതിപക്ഷത്തിന്റെ അതൊക്കെ അല്ലല്ല, പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയമൊക്കെ അവിടെ വന്നോട്ടെ. പ്രതിപക്ഷം എന്തിനാണ് ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അറിയാം. രാജ്യത്തുള്ള നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു. രാജ്യം ജനാധിപത്യത്തിന്റെ 3 തൂണുകളാണ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ആ 3 തൂണ് മുക്കാലി ശക്തമാണ്. ആ 3 തൂണ് ശക്തമാണെങ്കിൽ ആ ജനാധിപത്യം ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ ജനാധിപത്യം നല്ല യൗവനയുക്തിയായ ഒരു യുവതിയായി നിൽക്കുക, ആ യുവതിയെ കൂടുതൽ സൗന്ദര്യവതിയാക്കണം. ആ ജനാധിപത്യം ഭംഗിയാകണമെങ്കിൽ ഇവിടെ പുതിയ നിയമങ്ങൾ, നല്ല നിയമങ്ങൾ വരണം. രാജ്യത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ആ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള നിയമങ്ങൾ വരണം. നല്ല നിയമങ്ങൾ വരണം. അതെങ്ങനെയുള്ള നിയമമാണെന്ന് ഒരു ഹൈക്കോടതിയുടെ ജഡ്ജി തന്നെ പറഞ്ഞല്ലോ. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ആ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭരണം, അതാണ് ഈ രാജ്യത്തിന്റെ നല്ല നിയമങ്ങൾ. യൗവനയുക്തയായ ആ ജനാധിപത്യ യുവതിയെ നിങ്ങളൊക്കെ ഇങ്ങനെ നന്നാക്കി എടുക്കുമ്പോഴേക്കും അത് ഈ പറയുന്ന ആളുകളുടെ മാത്രം ഭരണമായി മാറുന്ന രീതിയിലാണ് പോകുന്നത് കാര്യങ്ങൾ. അതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തെ കൊണ്ട് പറയുകയല്ലേ? ഈ പറയുന്ന ആൾക്കാരുടെ അത് ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് പോകും.
ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് പോകും. ഇവിടെ CPM പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിപ്പോ ഞങ്ങൾ ചെയ്തെടുക്കുക. യൂണിഫോം സിവിൽ കോഡ് EMSന്റെ കാലത്ത് അവർ പറഞ്ഞിരുന്നതാണ്, അവരതിനുവേണ്ടി നിന്നാണ്, ശരീരത്തിനെതിരെ നിന്നിരുന്നതാണ്. ആ കാര്യമൊക്കെ ഞങ്ങൾ പറയുന്നത്. എന്തിനാണ് CPM അതിനെ എതിർക്കുന്ന രാഷ്ട്രീയം, കോൺഗ്രസ് അതിനെ എതിർക്കുന്ന രാഷ്ട്രീയം? ഇപ്പൊ അദാനിയുടെ കാര്യം ഞങ്ങൾക്ക് എന്നാ പ്രത്യേക താല്പര്യം? അത് നിയമത്തിന്റെ വഴിക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ അദാനിയോട് ഏറ്റവും രാഹുൽ അദാനിയുടെ കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണ്ടേ? ഇവിടുത്തെ അദാനിക്ക് കൺസെഷൻ കൊടുത്തതാണ് പിണറായി സർക്കാർ. അപ്പൊ അതൊക്കെ അത് വെച്ചോണ്ട് അദാനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട എന്നാണോ വേണ്ടത്? അദാനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട എന്നാണോ? അതൊക്കെ ചർച്ച ചെയ്യണം. ചർച്ച അത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യാൻ ഓരോ ദിവസവും പാർലമെന്റിൽ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് തലേ ദിവസം അവർ കൊടുക്കും. പാർലമെന്റിലെ കാര്യക്രമങ്ങൾ ഇതൊക്കെയാണ് അത് കൊടുക്കുക. അതനുസരിച്ച് ഓരോ MLA MP പറയേണ്ട കാര്യങ്ങൾ, MP-മാർക്ക് അവസരം, ഇതൊക്കെ തലേ ദിവസം തന്നെ അതായത് MP-മാർക്ക് കിട്ടും. ഇന്ന് പ്രതിപക്ഷത്തെ എത്ര MP-മാർക്ക് സംസാരിക്കാൻ സമയം കൊടുത്തു? ഇന്ന് പ്രതിപക്ഷത്തെ എത്ര MP-മാർക്ക് സംസാരിക്കാൻ സമയം കൊടുത്തു? അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് BJP-യുടെ പ്രസിഡന്റ് JP നഡ്ഡാജി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, അല്ല, BJP-ക്കാരൊക്കെ സംസാരിച്ചു. ശ്രീ അഡ്വക്കേറ്റ് നോബൽ മാത്യു, ദയവായി കേൾക്കൂ, എന്റെ ചോദ്യം കേൾക്കൂ. ഇന്ന് എത്ര പ്രതിപക്ഷ MP-മാർക്ക് രാജ്യസഭയിൽ സംസാരിക്കാൻ ജഗദീപ് ധൻകർ അനുമതി കൊടുത്തു? ഇന്ന് എത്ര MP-മാരുടെ പേര് ഇന്നത്തെ ഇതിനകത്തുണ്ടോ, ആ ലിസ്റ്റിലുണ്ടോ, അവർക്ക് എല്ലാവർക്കും അവസരം കൊടുത്തു. എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിയില്ല? ഒരു ന്യായമില്ല, അവരെ ഒഴിവാക്കുന്നു എന്ന പരാതി ഉള്ളപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നില്ല? അവരെ കൂടെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണ്ടേ? അല്ല, ചർച്ച പാർലമെന്റിന്റെ കമ്മിറ്റിയൊക്കെ നേരത്തെ ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് വരുമ്പോഴത്തേന് അതാണ് എങ്ങനെയാലും ഇത് നടത്തരുത്, എന്തു വന്നാലും നടത്തരുതെന്നുള്ള ന്യായമാണെങ്കിൽ അതങ്ങ് മനസ്സ് വെച്ചാൽ മതി. അത് ഈ പാർലമെന്റ് സംവിധാനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകും. ഡോക്ടർ ജി വി ഹരി, ഈ പാർലമെന്റ് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം പ്രതിപക്ഷത്തിൻ്റെതാണ്. ഞാൻ വരാം അഡ്വക്കേറ്റ് നോബൽ മാത്യു. ഡോക്ടർ ജി വി ഹരി, ഈ പാർലമെന്റ് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം BJP-യുടേതാണോ പ്രതിപക്ഷത്തിൻ്റെതാണോ? നോക്കൂ ഡോക്ടർ ലാൽ, ഇപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു. ഖാർഗെയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് പറയുകയാണ്. ഇത് ആദ്യമായിട്ടല്ല രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യസഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ അപമാനിക്കുന്നത്. ആദ്യ സംഭവം താങ്കൾ ഓർക്കുന്നുണ്ടാവും. ജയറാം രമേശിനോട് അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ആളുകൾ ഈ മുൻനിരയിൽ വന്നിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീ ഖാർഗെ ചോദിച്ചൊരു കാര്യം, ഞാനൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടാണോ താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടതാണ്. അങ്ങനെ ഒരു സമീപനം വളരെ കാലമായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഇന്ന് വീണ്ടും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. നോക്കൂ, 82 വയസ്സുകാരനായ ഖാർഗെ 1972 മുതൽ 2008 വരെ കർണാടകയിൽ നിന്നുള്ള MLA ആണ്. അത് കഴിഞ്ഞ് MP ആയി, അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് മാത്രമല്ല, ഈ സഭയുടെ ഞങ്ങളുടെ ഈ പ്രതിപക്ഷത്തിൻ്റെ മുഖമം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടു, ഇങ്ങോട്ട് ബഹുമാനം കിട്ടുമെങ്കിൽ മാത്രമേ അങ്ങോട്ട് ബഹുമാനം നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. അത് അങ്ങനെയാണ്. ഇപ്പോൾ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എൻ്റെ സഹ പാനലിസ്റ്റുകളോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് തിരിച്ച് ബഹുമാനം കിട്ടാനുള്ള ഏക വഴി. അതുതന്നെയാണ് എല്ലാ ചർച്ചകളിലും ഉണ്ടാകേണ്ടത്. അപ്പോൾ ആരാണ് ഖാർഗെ എന്നും ഈ രാജ്യത്തെ ജനങ്ങളോട് അഡ്വക്കേറ്റ് നോബൽ മാത്യു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ടറിയാം. 82 വയസ്സ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അദ്ദേഹമാണ് ആ സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഇപ്പോൾ 72 വയസ്സേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പോലും സീനിയോറിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ആ സഭയിൽ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നിങ്ങളൊക്കെയാണ് പുറകിലിരിക്കുന്ന ജയറാം രമേശിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളൊക്കെയാണ് മുൻപന്തിയിൽ വരേണ്ടതെന്ന് ഒരാൾ പറയുമ്പോൾ അതെങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ആത്മാഭിമാനമുള്ള ഒരാൾ കേട്ടുകൊണ്ടിരിക്കില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BJP-ക്ക് ഈ സഭയിൽ ചർച്ചകൾ വരാൻ പാടില്ല. പ്രത്യേകിച്ച് അദാനിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചോ ചർച്ച ചെയ്താൽ അവർക്ക് കാലിളകും. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എന്താണ് ഈ സഭയിൽ ചർച്ച ചെയ്യുന്നത്? എന്നാലും ഞാൻ പറയട്ടെ ഒരു കാര്യം, നിയമസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സമക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് ആ രാജ്യത്തെ സാധാരണക്കാരനായ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നടത്തുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വേറെ എന്തെങ്കിലും താല്പര്യം കൊണ്ട്, അപ്പം രാജ്യത്തിൻ്റെ ജനം
ജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം, അതിനാണ് അവരെ തിരഞ്ഞെടുക്കാൻ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അവരെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സഭ നടത്തിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പരമപ്രധാനം ഒന്നാമത്തെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് വേറെ ആർക്കുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്പീക്കറിന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കേരള നിയമസഭയിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് നിയമസഭയിലാണെങ്കിലും നമുക്ക് പ്രതിപക്ഷത്തെയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം സ്പീക്കർ മുന്നോട്ട് പോകാൻ. ആ ഒരു ഈ കഴിഞ്ഞ കുറേ കാലം കഴിഞ്ഞൊരു 10 വർഷക്കാലമായി നമുക്ക് BJP ഇത് ലഭിക്കുന്നില്ല. ഇനി ഇത് മാത്രമല്ല, ഇത് ഉണ്ടാകാതിരുന്നൊരു ജുഡീഷ്യറിയിൽ മാത്രമായിരുന്നു. ഇങ്ങനെയുള്ള ഈ BJPയുടെ ഒരു അതിപ്രസരം അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ചില അജണ്ടകൾ നമുക്ക് കാണാൻ കഴിയാതിരുന്നത് അതിൽ നിന്നൊരു എക്സംഷൻ ഉണ്ടായിരുന്ന ജുഡീഷ്യറാണ്. പക്ഷേ ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആളുകൾ പോലും, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ജഡ്ജിമാർ പോലും വർഗീയമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വമായി ശ്രമിക്കുന്നു. അതുകൊണ്ട് സഭയിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ജനാധിപത്യം പുലരുന്നില്ല എന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മിണ്ടാൻ സമ്മതിക്കാത്ത ഒരു പാർലമെൻറ്റിനകത്ത് നിങ്ങൾ മിണ്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യത്തെ ഖനിക്കുന്നു, നിങ്ങൾ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു. ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലാലെ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്തിൻ്റെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയല്ലേ? ഇതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നിങ്ങൾ കണ്ടില്ലേ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ സഭാ TV-യുടെ ചർച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേരെ ആ വീഡിയോ മാറ്റി വേറെ അങ്ങോട്ട് മാറ്റി പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ? അദ്ദേഹം 2 തവണ പറഞ്ഞു, നോക്കൂ, അദ്ദേഹം എടുത്തു പറഞ്ഞു, നോക്കൂ, ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇത് മാറ്റുന്നു, ക്യാമറ മാറ്റുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ കണ്ടില്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് ആ വീഡിയോ. ഇതൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത്? അപ്പോൾ നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞ് 15ാമത്തെ കൊല്ലം അധികാരം കിട്ടിയതുകൊണ്ട് ഞങ്ങളിനി ഇത് രാജ്യസഭയല്ല, രാജ്യസഭയാണ്. ആ ടൈറ്റിലിനെ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യസഭയാക്കി ഒരു രാജാവിൻ്റെ സഭ പോലെ ബാക്കിയുള്ളവരൊക്കെ ഭൃത്യന്മാരും ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികളെന്നൊരു സമീപനം രാജ്യത്ത് BJP കുറേ കാലമായി കൊണ്ടു നടക്കുകയാണ്. നിങ്ങളുടെ ഈ ധാർഷ്ട്യവും ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞവരോട് പറയും, അതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ടാണ് ഭരണപക്ഷത്ത് ഞങ്ങളിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഭരണപക്ഷത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം. അങ്ങനെയൊന്നുമില്ല. രാജ്യത്ത് ജനങ്ങളുടെ മാൻഡേറ്റ് നിങ്ങൾ കിട്ടിയിരിക്കുന്നു, സമ്മതിച്ചു. ആ മാൻഡേറ്റ് കിട്ടിയതുപോലെ തന്നെ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കണം. അപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വലിയ ശക്തമായ ഒരു 10-15ഓളം രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു സഖ്യമാണത്. ആ സഖ്യത്തിനകത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കാണ് നിങ്ങൾ സംസാരിക്കാൻ സമയം കൊടുക്കാത്തത്. അത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതാണ്, രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കുന്നതാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ BJPക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം. BJP ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് ഇത്തവണ എത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും എളുപ്പത്തിൽ കൊണ്ടുവരാമെന്ന് കരുതിയിടത്താണ് ഇപ്പോൾ അതിനുള്ള ഭൂരിപക്ഷം ഇല്ലാതെ JDU-ൻ്റെയും TDP-യുടെയൊക്കെ സഹായത്തോടു കൂടി ഭരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണിതാ ഇപ്പോൾ വൈകാരികമായി പാർലമെൻറ്റിൽ ജഗദീപ് ധൻഖറെ പോലുള്ളവർ ചില വിഷയങ്ങൾ എടുത്തിടുന്നു. ഖാർഗെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിലെയോ പ്രതിപക്ഷത്തെയോ മറ്റംഗങ്ങൾ സംസാരിക്കുമ്പോൾ ജഗദീപ് ധൻഖറെ അപമാനിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം, അല്ലെ അദ്ദേഹം സ്വയം കർഷകൻ്റെ പ്രതിനിധിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എൻ്റെ പിതാവ് കർഷകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള വികാരപരമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് ഇത് തന്നെയാണ് ഉയർന്നു വരുന്ന വിഷയങ്ങളിലും നമ്മൾ കാണുന്നത്. സംബാൽ വിഷയമാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. അവിടെയാണ് നേരത്തെ ജഡ്ജിയുടെ വിഷയവും നമ്മൾ പറഞ്ഞത്. അവരുടെയൊക്കെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അവരുടെ പ്രസംഗങ്ങളിലൂടെ പുറത്തു വരുന്നു. അത് എവിടുത്തെ പ്രസംഗമാണെന്നുള്ളത് കൂടെ എടുത്ത് പറയേണ്ടതാണ്. VHPയുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം നിന്നിട്ട് പറയുന്നത്. എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമുക്ക് മുൻപാണെങ്കിൽ അത് ഇങ്ങനെയല്ല ചർച്ച ചെയ്യുക, വലിയ തീ ഉണ്ടാകുന്നൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അവിടെ. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ സംഭവം പോലെയായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണോ രാജ്യസഭയിൽ നിന്നൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത്? ഈ രാജ്യം കഴിഞ്ഞൊരു 100 വർഷത്തിലേറെയായി ഉയർത്തിപ്പിടിക്കുന്ന ചില രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളോട് തരിമ്പും സ്നേഹമില്ലാത്ത, ആ മൂല്യങ്ങളെ തകർക്കാൻ കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് BJP. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഭരണഘടന മഹത്തരമാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, RSS സംഘപരിവാര ശക്തികൾ ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അവർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്. ഇത് യഥാർത്ഥ മതേതരത്വമല്ലെന്നാണ്. യഥാർത്ഥ മതേതരമായിട്ട് ഇന്ത്യയിലെ ഭരണഘടനയെ മാറ്റണം എന്നാണ്
കിട്ടാവുന്ന എല്ലാ വേദികളിലും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നോബിൾ മാത്യുവിൻ്റെ വർത്തമാനം കേട്ടാൽ തന്നെ എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് BJP ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകും. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു MP-മാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. അത് തീരുമാനിക്കേണ്ടത് ആരാ? BJP ആണോ? ജനങ്ങൾ തിരഞ്ഞെടുത്ത MP-മാർക്ക് നിയമം അനുശാസിക്കുന്ന അനുവദിക്കുന്ന കാര്യങ്ങൾ പറയാൻ അധികാരമുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു അത് ഈ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ പ്രസിഡന്റ് തീരുമാനിക്കും. അങ്ങനെ സാധിക്കുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇന്ത്യയിലെ പ്രസിഡന്റ് തീരുമാനിക്കുക? അതുപോലെ അദ്ദേഹത്തിൻ്റെ സംസാരം, ഇവിടെ ഖാർഗെയുടെ സംസാരം അനാവശ്യമാണ്. അത് പറയേണ്ടതാരാ? അത് പറയാൻ BJP-ക്ക് എന്താ അധികാരം? അനാവശ്യം തന്നെ ആയിക്കോട്ടെ, അത് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അത് അനാവശ്യമാണോ ആവശ്യമാണോ തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല, തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ എത്ര ധിക്കാരപരമായിട്ടാണ് അവർ ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ സമ്മേളനം നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? തടസ്സപ്പെടുത്തിയ ആരാ? നടത്താൻ ബാധപ്പെട്ട BJP അവർക്കെതിരായിട്ടുള്ള ചർച്ചയാണ് വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഉടനീളം കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ തടസ്സപ്പെടുത്തിയത് BJP അല്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? അവർ കൈകാര്യം ചെയ്യുന്ന അന്യായമായ കാര്യങ്ങളോട് രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥക്ക് പോലും പ്രതികരിക്കേണ്ടി വരികയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണം സുപ്രീം കോടതി പറഞ്ഞത്. എന്തിനാ? 1,00,000 കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് മുസൽമാൻ്റെ കെട്ടിടങ്ങൾ, അവ തകർത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു മതത്തിനെതിരായിട്ട് ഒരു മതവിഭാഗത്തിനെതിരായിട്ട് വലിയ കയ്യേറ്റം നടക്കുന്നു. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ പള്ളി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞതെന്താ? ഇനിമേലിൽ നിലവിലുള്ള ആരാധനാലയങ്ങൾ അതല്ല, അവിടെ സർവേ വേണം, അത് പണ്ട് അമ്പലമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള കേസുകൾ ലോവർ കോർട്ടുകൾ എടുക്കാൻ പാടില്ല. പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിനകത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാധനകൾ ഉപയോഗിക്കാനുള്ള BJP-യുടെ നഗ്നമായ വർഗീയ നീക്കത്തിനെതിരെയാണ് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിലെ അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ, മതനിരപേക്ഷത, പാർലമെന്ററി ജനാധിപത്യം, ഫെഡറലിസം, ഇതിനെല്ലാം ആരാച്ചാരായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് BJP ചരിത്രം രേഖപ്പെടുത്തുക. അതിനെല്ലാം നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് നമ്മളെല്ലാം മക്കളും പേരമക്കളും ഭാവിയിൽ പഠിക്കേണ്ടി വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് തന്നെയാണ് പാർലമെന്റിനകത്തും അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ അദാനിയെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ അദാനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ BJP-യുടെ ആൾ. ഇന്ത്യ രാജ്യത്ത് അദാനിമാർക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എഴുതി തള്ളിയ കടമത്രയാ പറയുമോ BJP-യുടെ വക്താവ്? 16 ലക്ഷം കോടിയാണ്. 16 ലക്ഷം കോടി. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു, ഈ ചർച്ച തീരുന്നതിനിടയിൽ 16 ലക്ഷം കോടിയിൽ എത്ര പൂജ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഇവിടെ വൻകിടക്കാരുടെ കടം എഴുതി തള്ളിയ നരേന്ദ്രമോദി 14 ലക്ഷം കോടി. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് അദാനിമാരുടെ ഗവൺമെൻറ്റാണ്, അംബാനിമാരുടെ ഗവൺമെൻറ്റാണ്, ജനങ്ങളുടെ ഗവൺമെൻറ് അല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ജനം നേടിയെടുത്തിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങളിലൂടെ നമ്മുടെ മുൻഗാമികൾ ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നാടിൻ്റെ ധന്യമായ പാരമ്പര്യം അതെല്ലാം തകിടം മറിക്കുക, തകർക്കുക, എന്നിട്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി അധപതിപ്പിക്കുക. ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തിരപ്പുറപ്പാട് തന്നെയാണ് പാർലമെന്റിലും കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ജഡ്ജിമാർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുന്നത്? ഇവിടെ നമ്മുടെ ജഡ്ജി പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുസ്ഥാനകത്ത് ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. പറയുന്ന ഒരു ജഡ്ജിയാണ്. പറയാൻ ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ട വിഭാഗമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്ത് വൃത്തികേട് പറഞ്ഞാലും സംരക്ഷിക്കാൻ ആളുകളുണ്ട്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ആളുകളുണ്ട്, സ്ഥാനമാനം കൊടുക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് എന്ത് അന്യായങ്ങളും പറയാം ജഡ്ജിമാർക്ക് ഉൾപ്പെടെ എന്ന് പറയുന്ന ഒരു നില വരികയാണ്. അപ്പം അതുകൊണ്ട് രാജ്യം ചെന്നുപെട്ട അതിഗുരുതരമായ വിപത്തിനെ നല്ലതുപോലെ വെളിവാക്കുന്നതാണ് ഇപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും നടക്കുന്ന ഈ സംഭവങ്ങളെന്ന് ദേശസ്നേഹികൾക്കാകെ കാണാൻ കഴിയണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരി, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഇപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ 16 ലക്ഷം കോടിയിൽ എത്ര പൂജ്യമുണ്ടെന്നുള്ളത് എണ്ണാൻ അങ്ങ് ഇപ്പോൾ മെനക്കെടരുത്. അത് അങ്ങ് ഈ വിഷയത്തിൽ നിന്ന് മാറ്റി ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി അദ്ദേഹം കൊണ്ടുപോയതായിട്ടേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിരിക്കുക. എൻ്റെ ചോദ്യം പക്ഷേ അതല്ല, BJP മനഃപൂർവ്വം ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കുകയാണോ? ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടതില്ല, ഒന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അതിനിങ്ങനെ ഒരു ബഹളമുണ്ടാക്കുക, ആ ബഹളത്തിൻ്റെ കൂട്ടത്തിൽ ഈ സഭയുടെ കാലം അങ്ങ് കഴിഞ്ഞു പോകും എന്നുള്ള ഒരു വിചാരമാണോ ഇപ്പോൾ BJPക്കുള്ളത്? കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഒന്നാമതേ തന്നെ സംപൂജ്യനാണ് അദ്ദേഹം. ആ സംപൂജ്യനായ അദ്ദേഹത്തോടൊന്നും പൂജ്യത്തിൻ്റെ കാര്യത്തിലൊന്നും
മല്ല് പിടിക്കാനൊന്നും ഞാനില്ല, അതെൻ്റെ പണി അല്ല. എന്നെ വിളിച്ചിരിക്കുന്നതും അതുമല്ല. രണ്ട്, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ BJP ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമായിരുന്നു. ഇതൊക്കെ ഇവരുടെ പ്രചരണമല്ലേ. BJP വന്നിരുന്നെങ്കിൽ പ്രസിഡൻഷ്യൽ സംവിധാനമാക്കിയേനെ. അത് വല്ലതും ഈ ഭരണഘടനയിൽ കോൺഗ്രസ് എത്രയോ അമെൻമെന്റ് വരുത്തി. എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അമെൻമെന്റ് വരുത്തിയോ? ഇന്ദിരാഗാന്ധി എത്രയോ അമെൻമെന്റ് വരുത്തി, 50-ലധികം അമെൻമെന്റ് വരുത്തിയത്. അതുപോലെ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്താണ് 50 സ്ഥലങ്ങളിലാണ് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടത്. അവർക്ക് അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു. അതുകൊണ്ട് വരുന്നത് അതിപ്പോ നമുക്ക് ഒരു ആളുടെ തലയിൽ മാത്രം വെക്കാൻ പറ്റില്ല. അവർക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അമെൻമെന്റുകൾ ഇവിടെ കൊണ്ടുവരും. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഞങ്ങൾ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ എന്ത് എതിർത്താലും ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. ഞങ്ങൾ കർഷക ക്ഷേമ നിയമം വീണ്ടും കൊണ്ടുവരും. ഇതൊക്കെ ഞങ്ങൾ അതിനുവേണ്ടിയാ പാർലമെന്റ് ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. സങ്കല്പമാണോ നിങ്ങൾക്കുള്ളത്? കോൺഗ്രസ്സുകാരാണ് ആ ഖാർഗെയെ അപമാനിച്ച ഒരു കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന അവരാണ് അപമാനിച്ചത്. ഞങ്ങളിതൊന്നും അപമാനിച്ചില്ല. ഞങ്ങള് ഭരണഘടനയാണ് ഞങ്ങളുടെ ബൈബിൾ. ആ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ വരും. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കോൺഗ്രസ്സുകാരൊന്നും ഇവിടെ വേവലാതിപ്പെടണം. ഇവിടെ പിന്നെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ സിന്ധുവിന്റെയും ഗംഗയുടെയും ഇടയിൽ കിടക്കുന്ന നാട്. ആ നാടിനെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരു ഹൈന്ദവ മതത്തിന്റെ അല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് നോബൽ മാത്യു അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞത് എന്താണെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ വെച്ചിട്ട് പ്രയാഗ്രാജിൽ നടന്ന യോഗത്തിൽ വെച്ച് അഡ്വക്കേറ്റ് SK യാദവ് പറഞ്ഞത് എന്താണെന്ന് അഡ്വക്കേറ്റ് നോബൽ മാത്യു കണ്ടോ? താങ്കളുടെ ഈ നിർവചനമല്ല SK യാദവിനെ പോലെയുള്ള ആളുകൾ പറയുന്ന. പറയൂ താങ്കൾ. ഞാൻ പറയാം. ഇപ്പം SK യാദവ് ജഡ്ജി SK യാദവിന് എതിരെ നിങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. 55 പേര് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇംപീച്ച്മെന്റ് പ്രമേയം. അതിന് ഞങ്ങൾ ആരും ഒരു ജഡ്ജിയെ കൂട്ടുപിടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സാധാരണഗതിയിൽ എന്താ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്? എന്താ, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പുറകോട്ട് പോകുമ്പോൾ ജുഡീഷ്യറി ഇച്ചിരി മുൻപോട്ട് വരും. അപ്പോഴാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജുഡീഷ്യൽ ആക്ടിവിസം കുറവാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കൂലങ്കഷമായിട്ടുള്ള ചർച്ച നടക്കട്ടെ. അല്ല, ആ ചർച്ചയൊക്കെ നമുക്ക് ഈ രാജ്യസഭയിൽ നടത്താമായിരുന്നല്ലോ. അതിനുള്ള ഒരു സാവകാശം പോലും രാജ്യസഭയിൽ കൊണ്ടുവരുന്നതിന് രാജ്യസഭയിലെ അധ്യക്ഷൻ ശ്രമിക്കുന്നില്ലല്ലോ. ആ ഇംപീച്ച്മെന്റ് പ്രമേയത്തിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് വേണം. നിങ്ങൾ നിയമപരമല്ലാതെ നോമിനേഷൻ കൊടുത്താൽ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുമോ? അതുകൊണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് ഇംപീച്ച്മെന്റ് പ്രമേയം വരട്ടെ. അപ്പൊ അദ്ദേഹം കാണുക ഞങ്ങളാരും BJP ഒന്നും അതിനൊന്നും അതിന്റെ അകത്ത് ഇംപീച്ച്മെന്റ് അതിന്റെ പ്രൊസീജിയർ ഒക്കെ അവിടെ നടക്കട്ടെ. പക്ഷെ BJP എന്ന പാർട്ടിക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണ്ടേ? അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? BJP അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? പറഞ്ഞതെല്ലാം ഈ SK യാദവ് പറയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്? BJPയുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം BJPയുടെ ദേശീയ അധ്യക്ഷൻ പറയും. ആ ദേശീയ അധ്യക്ഷൻ പറയുന്നത് അഭിപ്രായം. അതിപ്പോ ചാരിക്കർ നാളെ നിങ്ങൾ പറയുന്ന അഭിപ്രായം പറയണമെന്ന് പറയുന്നില്ല. പിന്നെ സ്പീക്കറിന്റെ കാര്യം പറയാം. ഒരു ചെറിയ ചരിത്രം പറയാം. 82-87 കാലഘട്ടത്തിൽ കരുണാകരൻ ഭരിച്ചു. അന്ന് VM സുധീരനെ സ്പീക്കറാക്കി. ആ VM സുധീരൻ എന്നും കരുണാകരൻ. എന്തിനാണ് VM സുധീരൻ? അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇമേജ് വർദ്ധിപ്പിക്കാൻ അതാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം ആ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ടിയല്ല ചെയ്തത്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം KPCC പ്രസിഡന്റ് ഒക്കെ ആയിരിക്കും. A ഗ്രൂപ്പ് I ഗ്രൂപ്പ് കളി. അതുപോലല്ല ഇന്ത്യയിലെ ഇപ്പോൾ രാജ്യസഭാ സ്പീക്കർ എന്ന് പറയാം, ഡി ഫാക്ടോ സ്പീക്കർ. അദ്ദേഹം രാജ്യസഭയെ നയിച്ചുകൊണ്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടല്ല. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ നടത്തണം. അത് നടത്താനായിട്ട് അദ്ദേഹം ശക്തമായിട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളത് കൂടി ഭരണഘടനയിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് എന്ത് സ്ഥാനം കൊടുക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ പ്രതിപക്ഷത്തെ കേട്ടിട്ട് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കൂ. ഇപ്പോ ഇന്ന് രാജ്യസഭയിൽ ജഗദീപ് ധൻകർ ഈ OBC വിഷയവും കർഷക വിഷയവും ഒക്കെ എടുത്തിട്ട് വൈകാരികമായി പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു രീതിയാണോ നമ്മൾ ചെയ്യേണ്ടത്?
ഈ രാജ്യത്ത് BJPക്ക് ഈ രാജ്യത്തിന്റെ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നൊരു ആഗ്രഹമില്ലേ? വിഷയത്തിൽ എനിക്ക് ജഗദീപ് ശങ്കർ നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം കൈവെള്ളയിൽ മാത്രമല്ല ആത്മാവിൽ പോലും തഴമ്പുള്ള ഒരു കർഷകനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കർഷകന്റെ വിഷയം വരുമ്പോൾ വികാരാധീനനായി പറയുന്നത്. കർഷകന്റെ വിയർപ്പിന്റെ മണം അറിയാവുന്നവര്, കർഷകന്റെ വിയർപ്പിന്റെ വില അറിയാവുന്നവർ കോൺഗ്രസും CPM ഒക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ഭരിച്ചവർ, അവരെ കർഷകരെ വിയർപ്പിച്ചു തിന്ന കൃഷിഭൂമികളിൽ കർഷകരെ പിടിച്ചിട്ടവരാണ് ഇവിടെ കോൺഗ്രസും CPM-ഉം. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്, താങ്കൾ പറയുന്ന ഉത്തരം എന്താണ്? ദയവായി ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് താങ്കൾ ഒന്ന് കേൾക്കൂ. താങ്കൾ പറയുന്നത് വേറെ എന്തൊക്കെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ താങ്കൾ പറഞ്ഞ കർഷകരുടെ വിഷയമാണെങ്കിൽ താങ്കളൊന്ന് കേൾക്കൂ, താങ്കളൊന്ന് കേൾക്കൂ, താങ്കളൊന്ന് കേൾക്കൂ. ഇതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം താങ്കൾ കേൾക്കൂ. താങ്കളത് കേൾക്കുന്നത് പോലും ഇല്ല. ഇതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഒരു പ്രശ്നം. രാജ്യസഭയുടെ അധ്യക്ഷനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്നില്ല. കേൾക്കൂ, ഈ രാജ്യത്ത് കർഷകർ സമരം നടത്തുന്നു. രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കുന്നുണ്ടോ? ഈ പറയുന്ന സമ്പാൽ വിഷയം വരുന്നു, അദാനിയുടെ വിഷയം വരുന്നു, SK യാദവിന്റെ വിഷയം വരുന്നു. ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ചർച്ചയൊന്നുമില്ല. പ്രതിപക്ഷത്തിന് ശബ്ദം കേൾപ്പിക്കുന്നില്ല, അവർക്കുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. BJPയുടെ അംഗങ്ങൾക്ക് ആവശ്യത്തിലേറെ അവസരം കൊടുക്കുന്നു. ഇതാണ് നടക്കുന്നത്. BJPയുടെ അംഗങ്ങൾക്ക് BJPക്ക് കൂടുതൽ അംഗങ്ങളുണ്ട്, അപ്പൊ അവർക്ക് കൂടുതൽ സമയം കിട്ടും. അത് സ്വാഭാവികമാണ്. അത് പാർലമെന്ററി ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. ആർക്ക് അംഗങ്ങൾ കൂടുതലുണ്ടോ അവർ ഈ മിനിറ്റുകൾ ഡിവൈഡ് ചെയ്യണമല്ലോ. അവിടെ അത് കൂടുതൽ കിട്ടും. അതിനെ കുറിച്ച് കുറച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. അത് ഇപ്പം കോൺഗ്രസിന് അംഗങ്ങൾ കൂടുതലാണ്. ഇല്ല, ആ വിഷയമൊന്നും അല്ല, അതല്ല പരാതി. ഞാൻ വരാം. ഡോക്ടർ GV ഹരി, ഞാൻ ചോദിച്ച വിഷയമൊന്നും അതല്ല. അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഇപ്പോൾ നമ്മളെ ഈ സഭാ നടത്തിപ്പിന്റെ സമയക്ലിപ്തത എങ്ങനെയാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല നമ്മുടെ സംശയം. രാജ്യത്ത് ഇന്ന് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. കൂടുതൽ അംഗങ്ങളുള്ളവർക്ക് കൂടുതൽ സമയം കിട്ടും. ആ സമയം പോയിട്ടുള്ള പ്രതിപക്ഷത്തിന് സമയം കൊടുത്താൽ മതി, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയാനുള്ള അവസരം കൊടുത്താൽ മതി. അത് സമ്മതിക്കുന്നില്ല. അത് മാത്രമല്ല ഡോക്ടർ ഹരി, ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന് എന്ത് അപകടമാണ് ഇപ്പോഴുള്ളതെന്ന് BJP പുറത്തേക്ക് അറിയിക്കാതിരിക്കാൻ നോക്കുകയല്ലേ? അല്ലാതെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ. 2 തവണ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ്, അഡ്വക്കേറ്റ് നോബിൾ മാത്യു അത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അതിന് മറുപടി പറയേണ്ടി വരുന്നത്. അതായത് ഈ കോൺഗ്രസ്സുകാരാണ് ഖാർഗെജിയെ അഭിമാനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഉദാഹരണമായിട്ട് ഈ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത്. അവർ ആ സമയത്ത് ഇറക്കിയൊരു ക്യാപ്സുലാണ്. ഇപ്പോൾ താങ്കൾക്ക് അഡ്വക്കേറ്റ് എന്ന നിലയിൽ താങ്കൾക്ക് തന്നെ അറിയാം, ഒരു നോമിനേഷൻ കൊടുക്കാനായിട്ട് പോകുമ്പോൾ എത്ര പേരെയാണ് അവിടെ അലൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അലൗ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരേ സമയത്ത് 5-6 പേർക്ക് കൂടുതൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ താങ്കൾ അത് ഇടയ്ക്ക് മാത്രം വെച്ച് കണ്ടുകൊണ്ടാണ്. ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവുമായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ KC വേണുഗോപാലും പുറത്ത് പോയതിന് ശേഷം ശ്രീ ഖാർഗെ അകത്ത് വന്നിരുന്നതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാണിച്ചു. അതുകൊണ്ട് ഇതൊക്കെ ഒരു ക്യാപ്സൂളാണ്, ഇതൊന്നും കാര്യമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ചോദ്യത്തിലേക്ക് വരാം. ഡോക്ടർ ലാൽ, നോക്കൂ, ഇവിടെ BJP മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? ഈ രാജ്യത്തെ ഒരു അധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, നരേന്ദ്രമോദി എന്ന് പറയുന്ന അധികാരിയുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമം അവരിപ്പോൾ തുടങ്ങിയതല്ല. അതിന് നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം താങ്കൾ പത്രത്തിൽ വായിച്ചു കാണും, രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പോകുന്നതിന് വേണ്ടിയിട്ടൊരു തീരുമാനം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിസഭ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. എല്ലാം ഒന്ന് എന്ന ലെവലിലേക്ക് പോവുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു നേതാവ്, ഒരു രാജ്യം ഒരു പാർട്ടി എന്ന തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് തെറ്റാതിരിക്കുകയുള്ളൂ. ഇനി താങ്കൾ ശ്രദ്ധിച്ചു കാണും, ആസാമിൽ ബീഫ് നിരോധിച്ചു. ഇവിടെ നമ്മൾ കേരളത്തിൽ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസാമുകാർക്ക് ഒരല്പം പൊറോട്ടയും ബീഫും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിക്കേണ്ടി വരും. അവർ കേരളത്തിലേക്ക് വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്ത് കഴിക്കണമെന്ന്, എന്തുടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. നിങ്ങളിതേ കഴിക്കാവൂ, നിങ്ങളിതേ ഉടുക്കാവൂ, നിങ്ങളിങ്ങനെ പറയാവൂ, നിങ്ങളിങ്ങനെ സംസാരിക്കാവൂ, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന ഒരു സമീപനം ലോകസഭയിലും രാജ്യസഭയിലും എടുക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം പറയേണ്ടതുണ്ടോ സാർ? അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം നമുക്കറിയാവുന്നതുപോലെ 84 രൂപ 55 പൈസയാണ്
നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് $1 നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ലോകത്ത് ഇതുവരെയുള്ള ഏറ്റവും വലിയ നിരക്കാണ്. ആ നിരക്കാണ് ഡോളർ നിരക്കാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ GDP-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട. ഇതൊക്കെ ചർച്ച ചെയ്താൽ ജനമറിയും. ഇങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിലല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പാർലമെൻറ്റ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അദാനിയുമായി ബന്ധപ്പെട്ട് അംബാനിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു? നോക്കൂ താങ്കളും ഞാനും ഒക്കെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ 1 or 2 മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. ബാക്കി മുഴുവൻ അംബാനിയുടെയും അദാനിയുടെയും കയ്യിലാണ്. ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറയണ്ടേ? അവർ ചെയ്യുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അമേരിക്കയിൽ ഇദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ചർച്ച ചെയ്താൽ BJP-യുടെ മുഖം പുറത്തേക്ക് വരും, അവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരും. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഖനിക്കുന്ന കാര്യം മാത്രമല്ല, തൊഴിലില്ലായ്മയെക്കുറിച്ച് പുറത്തു വരും, വിവരങ്ങൾ പുറത്തു വരും, രാജ്യത്തിൻ്റെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇനി ഏറ്റവും ആശങ്ക ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇത് മൈനോറിറ്റിക്കെതിരെ ഒരു ജഡ്ജി പോലും ഉറക്കെ തുറന്ന് സമ്മതി അല്ലെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഇവിടെ പ്രകാശൻ മാഷ് സൂചിപ്പിച്ചത്. എന്താണ് അദ്ദേഹത്തെ അത് പ്രേരിപ്പിച്ച ഘടകം? ഞാനിത് പറഞ്ഞാൽ ഇതിന്ന് റിട്ടയർ ചെയ്താൽ കുറച്ചുകൂടെ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ട് BJP ഇരുത്തും എന്ന തലം തന്നെയാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കും അവർ എന്നതാണ്. അല്ലെങ്കിൽ അത് പറയാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അടുത്ത സ്ഥാനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഇരുന്നുകൊണ്ട് BJP-യോട് കേന്ദ്ര നേതാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകാശ് മാഷ് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നത്. ഒന്ന്, ഇപ്പോൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം, ആസാമിൽ നിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഈ ജഡ്ജി തന്നെ പറയുന്നുണ്ട്, ഈ ചെറുപ്പം മുതൽ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് വരുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാകുമ്പോൾ ഈ കനിവും ദയയൊക്കെ അവരുടെ മനസ്സിൽ ഇല്ലാതാകും എന്നൊരു പ്രത്യേക സമുദായത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ആ ജഡ്ജിയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെയുള്ള ജഡ്ജിമാർ എങ്ങനെ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് അറിയാലോ. അവരാണ് രാജ്യത്തെ ഭരിക്കുന്ന ആളുകളുടെ നിയമം ഇവിടെ വ്യാഖ്യാനിക്കുന്നവർ. അതൊന്ന്. 2, ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അങ്ങ് ശ്രദ്ധിച്ചു കാണും. നമ്മൾ പ്രളയത്തിനും അതുപോലെ വയനാട്ടിലേക്കുമൊക്കെ ഉപയോഗിച്ച വിമാനത്തിൻ്റെയൊക്കെ ഹെലികോപ്റ്ററിൻ്റെയൊക്കെ പൈസ തിരിച്ച് SDRF-ൽ നിന്ന് പിടിക്കാനുള്ള കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള നിലയ്ക്ക് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ അതിനുള്ളൊരു അവസരവുമില്ല. പ്രകാശ് മാഷ്. ഇവിടെ ഈ SK യാദവിൻ്റെയൊക്കെ പ്രസംഗത്തെ ന്യായീകരിക്കാൻ BJP-യുടെ ആൾക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് അത്ഭുതകരമായിട്ട് സംഗതിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ചെറുപ്പത്തിൽ തന്നെ മൃഗങ്ങളെ കൊല്ലുന്ന കാണുന്നതുകൊണ്ട് മുസ്ലിം കുട്ടികൾ ജഡ്ജി പറയാണ് ഇത് ഹിന്ദുസ്ഥാനാണ്, ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ, അതാണ് നിയമം. മുസ്ലിങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവയെ ബഹുമാനിച്ചേ തീരൂ. തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജി പറഞ്ഞ ഈ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് BJP-യുടെ പ്രതീതിക്ക് സാധിക്കുന്നതെന്നുള്ളത് അത്ഭുതത്തോടെയല്ലാതെ നമ്മളെങ്ങനെ നോക്കുക? ഇവിടെ സമയാനുവദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ 2 തവണ MLA ആയ ആളാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം സമയം അനുവദിക്കുന്നതിലല്ല, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിന് സംസാരമേ ഉണ്ടായില്ല. ഇവിടെ അനുവദിക്കപ്പെട്ട സമയം സംസാരിക്കാൻ വിടുന്നില്ല. സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ അപമാനിക്കുന്നു. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നിലക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ആകെ തന്നെ പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ ജഡ്ജിമാർ കഴിയാണ്. എന്തുകൊണ്ടാണ് കഴിയുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, അവരെ സംരക്ഷിക്കാൻ എല്ലാ നിലക്കുമുള്ള പിന്തുണ BJP ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ഇവിടെ ഒരു കൊല്ലം 2 കോടി പേർക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയായ മനുഷ്യനാണ് നരേന്ദ്രമോദി. 10 കൊല്ലക്കാലം കൊണ്ട് 20 കോടി പേർക്ക് പണി കൊടുക്കണ്ടേ? 1 കോടി പേർക്ക് പോലും പണി കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ വിലക്കയറ്റം ഇന്ന് സർവ്വകാല റെക്കോർഡ് ഭേദിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നരേന്ദ്രമോദി ഗവൺമെൻറ് വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പട്ടിണിയുടെ കാര്യത്തിൽ 92ആണ്. അത് 96ആയി, 101ആയി, 106ആയി, ഇപ്പോൾ 111ആണ്. ലോകത്തിൽ ഏറ്റവും വലിയ പട്ടിണിക്കാരുടെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ചെറുപ്പക്കാരുടെ തൊഴിലെ മാത്രമല്ല വിലക്കയറ്റം. 45-48 രൂപ പെട്രോളിനും ഡീസലുമുള്ള കാലത്ത് അത് കുറയ്ക്കാൻ വന്ന പ്രധാനമന്ത്രിയുടെ പേരല്ലേ നരേന്ദ്രമോദി.
അതിൽ കുറച്ച് 110ലേക്ക് 120ലേക്ക് എത്തിച്ചിരിക്കുന്നതല്ലേ? അതൊന്നും ആരും ചർച്ച ചെയ്യാൻ പാടില്ല. 16 ലക്ഷം കോടിയുടെ കടം എഴുതിത്തള്ളിയത് ചർച്ച ചെയ്യാൻ പാടില്ല. ദാരിദ്ര്യം ചർച്ച ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയല്ലേ പാർലമെന്റിൽ ഈ കുഴപ്പങ്ങൾ BJP ഉണ്ടാക്കുന്നത്? അപ്പോൾ വികൃതമായ തങ്ങളുടെ മുഖം ജനങ്ങൾ കാണാൻ പാടില്ല. ഇതാണ് പാർലമെന്ററി വ്യവസ്ഥയിൽ ഒരു കാരണവശാലും ചർച്ചകൾ പോലും അനുവദിക്കാതിരിക്കുന്ന BJPയുടെ മനോഭാവം. ഇത് രാജ്യത്തിന് ഹാനികരമാണ്, ജനാധിപത്യത്തിന് ഹാനികരമാണ്. ഇതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. ശരി, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ഈ സഭാ ചരിത്രത്തിലൊക്കെ ഇതുവരെ കാണാത്ത രംഗങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൽ കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. രാജ്യത്തിന് വേണ്ടത്, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് രാജ്യസഭയിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷത്തോട് ഒരല്പം മാന്യമായി ഇടപെട്ടുകൊണ്ട് ക്ഷമ കാണിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ BJP പറയുമോ ജഗ്ദീപ് ധൻഖറിനോട്? BJP അത് പറയേണ്ട കാര്യമില്ല. ഇന്നലത്തെ രാജ്യസഭാ പ്രൊസീഡിങ്സ് ഒന്ന് കേട്ടായി ചേട്ടൻ. അതായത് രാജ്യസഭാ പ്രൊസീഡിങ്സ് 11 മണിക്ക് തുടങ്ങി. ജഗദീപ് ധൻഖർ ശരത് പവാറിനും ഹരീഷ് മഹാജനും ബർത്ത്ഡേ ആശംസകൾ നേർന്നു. പിന്നെ പേപ്പേഴ്സ് വെയർ ലേഡ് ഡൗൺ ഓൺ ദ ടേബിൾ ബൈ ദ ഫോളോയിങ് MPs. 9 പേര് കൊണ്ടുവന്നു. ആ 9 പേരുടെ പേപ്പേഴ്സ് അവിടെ വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറഞ്ഞു. ജഗദീപ് ധൻഖർജി പിന്നെ വീണ്ടും പറയുന്നു, ഇതുപോലെ ഇത്രയും സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു, ഈ കാര്യങ്ങൾ നടക്കണം. ഇതൊക്കെ ഈ പേപ്പറൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല, അവിടെ പഴയതാണ്, പഴയ പോലെ വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ തെറ്റാ. ഈ പേപ്പറുകൾ ജനം കാണുന്നുണ്ട്. അതുപോലെ ഒരു മൈല് മനോഹരമായിട്ട് നൃത്തം ചെയ്യുക. ആ നൃത്തം ചെയ്യുമ്പോൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതാണ്, അതിൻ്റെ പുറകിൽ പോയതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ആ രീതിയിലാണ് പ്രതിപക്ഷം കോൺഗ്രസും CPM-ഉം അവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ബീഫ് പ്രശ്നം, ആസാമിലെ ബീഫ് പ്രശ്നം, അതൊക്കെ പഴയ പരിപ്പാണ്. ആ പരിപ്പൊന്നും ഇപ്പം വേകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പൊളിക്കുന്നു, പഴയ പരിപ്പാണ്, അതൊന്നും വേകാൻ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നു ഈ സമ്മേളനം അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ പാർലമെന്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത സമ്മേളനത്തിൽ ഞങ്ങൾ ഇവിടെ വഖഫ് അമെൻമെന്റ് ആക്ട് എന്താണ് ഇതിനകത്ത് ശക്തി? താങ്കൾക്ക് ഇപ്പോൾ ഇവിടെ താല്പര്യം ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ വഖഫാണെന്ന് മനസ്സിലായി. പക്ഷെ അതല്ല, ഈ പാർലമെന്റിൽ എങ്ങനെയാണ് ഇത്ര ശക്തമായി BJP ഇപ്പോൾ പോകുന്നു എന്ന് പറയാൻ പറ്റുക? രാജ്യസഭയിൽ ചർച്ചയില്ല, ഇന്ന് പിരിഞ്ഞു തിങ്കളാഴ്ചത്തേക്ക്. ലോക്സഭയിലാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ഒന്നും നടന്നില്ല. പിന്നീട് നടക്കുന്നത് എന്താണ് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളത് അമെൻമെന്റ് പാസ്സാക്കും, അത് ഞങ്ങൾക്ക് സാധിക്കും, അത് ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കിയിട്ടൊന്നും നടക്കില്ല. നിങ്ങൾ പറയുന്ന പോലെ ഈ രാജ്യം പണ്ട് ഞാനും ഒക്കെ പണ്ട് കേരള കോൺഗ്രസ് ആയിരുന്നു. അന്ന് പറയും ടാറ്റ, ബിർള, ഗോയങ്കെ അവർക്ക് വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്നത്. അല്ലെങ്കിൽ ലക്ഷം കുഞ്ഞുങ്ങൾ കഞ്ഞിക്കായി കഴിയുമ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ അമ്മയ്ക്ക് സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്ക് മകന്റെ ഭാവിയിൽ ആശങ്ക. ഞങ്ങളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ട്. അന്ന് CPM-കാരും അത് പറഞ്ഞു. CPM എപ്പോഴും ടാറ്റ, ബിർള, ഗോയങ്കെ അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഒന്നും കാര്യമില്ല. ഇന്ത്യ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 11ാം സ്ഥാനത്തായിരുന്നു, അത് 5ാം സ്ഥാനത്തെത്തി. ഡോക്ടർ ഹരി, അപ്പോ ഇതൊന്നും ജനങ്ങൾ അങ്ങനെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നില്ല. വീണ്ടും അവർ അധികാരത്തിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തും നടക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തന്നില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഡോക്ടർ ലാൽ, താങ്കൾ അഡ്വക്കേറ്റ് വിദ്യാസമ്പന്നനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറയുന്നത് കേൾക്കുന്നില്ലേ? അദ്ദേഹം പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടില്ല. എന്താണ് അദ്ദേഹം ആവർത്തിക്കുന്നത്? വളരെ ലളിതമാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ പോവുള്ളൂ, ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവരും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്നതാണ് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം. നോക്കൂ, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിന്റെ ഒരു വക്താവിന്റെ ധാർഷ്ട്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ശ്രീ നോബിൾ മാത്യു, താങ്കൾ കേൾക്കാൻ തയ്യാറാവും. ഇപ്പൊ ഡോക്ടർ ലാൽ കുറച്ചു നേരമായിട്ട് താങ്കളോടതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇത് കേൾക്കൂ എന്നുള്ളതാണ്. അതാണ് കേൾക്കാൻ മനസ്സില്ല, അദ്ദേഹത്തിന് പോലും കേൾക്കാൻ മനസ്സില്ല. ഞങ്ങൾ എന്താണ് ആളുകൾ പറയുന്നതെന്ന് കേൾക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ മര്യാദ. താങ്കളെപ്പോലെ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണെങ്കിൽ ബാക്കി BJP-യിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാൻ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ആദ്യം കേൾക്കുക എന്നുള്ളതാണ്, കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അടിസ്ഥാനപരമായി കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ മൂല്യം. രാജ്യത്തിന്റെ ഭരണഘടന നിങ്ങളോട് എന്താ പറയുന്നതെന്നറിയാമോ? എന്നോടും നിങ്ങളോടും പറയുന്നതെന്നറിയാമോ? ഏറ്റവും പാവപ്പെട്ടവന്റെ ശബ്ദവും കേൾപ്പിക്കുക എന്നുള്ളതാണ്. അത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ലാതെ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും അടിസ്ഥാനപരമായി? അതുകൊണ്ട് ലാലെ ഒരു കാര്യം
കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പ്രകാശൻ മാഷോ ഒക്കെ ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും ഇനി നമ്മൾ എന്തെല്ലാം ഇവിടെ വിവളം നടത്തിയാലും അവർ പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യും, ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്, ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും, നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യൂ എന്ന ഒരു കവലച്ചട്ടമ്പിയുടെ ലൈനാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ചർച്ച അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈനിൽ BJPക്ക് എത്ര കാലം മുന്നോട്ട് പോകാനാകും? അതുകൊണ്ടാണല്ലോ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 400-ലേറെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്ക് 303-ൽ നിന്ന് 240-ലേക്ക് താഴേണ്ടി വന്നത്. അവർ വീണ്ടും ഇതേ നിലയ്ക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ അവർ നേരത്തെ ഉണ്ടായിരുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നല്ലാതെ വേറെ എന്താ സംഭവിക്കുക? ഒരു ചർച്ചയോടും അവർക്ക് താല്പര്യമില്ല. ഇവിടെ കർഷകരുടെ സമരം ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ 370 ദിവസം സമരം നടന്ന ഒരു രാജ്യമുണ്ടോ വേറെ എവിടെയെങ്കിലും? 715 പേര് മരിച്ചു ആ സമരകേന്ദ്രത്തിൽ. ഒരു പ്യൂണിനെ അയച്ച് ഒരു ചർച്ച നടത്താൻ ഇതൊരു കൃഷിക്കാരനെ കുറിച്ച് പറയാൻ ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവരുടെ മനോഭാവം വളരെ വ്യക്തമാണ്. ഇവർക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് BJPക്കാരടക്കമുള്ള ആളുകൾ ഇതിന് എതിർത്തുകൊണ്ട് മുന്നോട്ട് വരികയാണല്ലോ. ഇപ്പോൾ ബാർ അസോസിയേഷൻ ഇന്ത്യ എന്ന് പറയുന്നത് BJPക്കാരടക്കമുള്ളതാണ്. അവർ ഈ പറയുന്നതിനെതിരായിട്ട് പരസ്യമാതലക്ക് രംഗത്ത് വന്നു. ഇപ്പോൾ CJR നിങ്ങൾ കാണാൻ വേണ്ടി ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ്, അതിൽ BJPക്കാരുണ്ട്. അവർ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് പഴയ പരിപ്പ് ബുൾഡോസർ എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ മാസം അത് അദ്ദേഹം പറയുന്നത് പഴയ പരിപ്പാണെന്ന്. സുപ്രീം കോടതി കഴിഞ്ഞ മാസം ഇറക്കിയിരുന്നൊരു വിധി പഴയ പരിപ്പാണത്രേ. ബുൾഡോസർ അനുവദിക്കില്ല, അത് പാടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇനി ഈ പള്ളി പൊളിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, അതും പഴയ പരിപ്പ്. BJPക്കാരുടെ യഥാർത്ഥമായ മുഖം ഈ രാജ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായി മനസ്സിലാക്കിയാൽ ഒരു സംശയം വേണ്ട, BJPക്കാർ നേരത്തെ എത്രയാണോ MP മാരുണ്ടായത് 2, അവിടേക്ക് BJP അതിവേഗത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലോകത്തെവിടെയും ഫാസിസ്റ്റുകൾക്ക്, നാസിസ്റ്റ് ശക്തികൾക്ക്, അതുപോലെ ഇതുപോലെയുള്ള ഏകാധിപത്യ ശക്തികൾക്ക് ലോകത്തെവിടെയും ഉണ്ടായ അനുഭവം അതാണ്. BJPക്കും അതേ അനുഭവം തന്നെ ഇന്ത്യയിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട. എത്ര ദിവസം രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാമെന്ന് രാജ്യം ഭരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ അതൊന്നും ജനങ്ങളെ അങ്ങനെ എളുപ്പത്തിൽ വിഡ്ഢികളാക്കാൻ പറ്റുന്ന അവസരങ്ങളാണെന്ന് അവർ കരുതേണ്ടതില്ല. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അവർ അതിനുള്ള തീരുമാനങ്ങൾ അറിയിക്കേണ്ട സമയത്ത് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്യും. അതിനുള്ള സൂചനകൾ കണ്ട് പഠിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വരുമ്പോൾ വലിയ ഓട്ടം ഓടേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് എം പ്രകാശൻ മാസ്റ്റർ, ഡോക്ടർ GV ഹരി, അഡ്വക്കേറ്റ് നോബിൾ മാത്യു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.